ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷിലെ റിമെമ്പർ മീ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്ററായിട്ടുള്ള ആലിസ് പാർക്കർ എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ഒരു അനാലിസിസും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻ എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയം നോക്കാം. ഐ ആം ദ ഗേൾ വിത്ത് ഡാർക്ക് സ്കിൻ. ഇരുണ്ട നിറത്തോടു കൂടിയ പെൺകുട്ടി ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കവിത ആരംഭിക്കുന്നത്. അതായത് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ഐഡൻറ്റിറ്റിയാണ് ഓതർക്കുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഹൂസ് ഷൂസ് ആർ തിൻ. അവരുടെ ഷൂസ് ചെറുതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ശാരീരികമായിട്ട് അത്ര വളർച്ചയില്ലാത്ത, അതായത് അവർ ചെറുപ്പത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ദാരിദ്ര്യം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഐ ആം ദ ഗേൾ വിത്ത് റോട്ടഡ് ടീത്ത്. പുഴുത്ത പല്ലുകളോടുകൂടിയ പെൺകുട്ടിയാണ് ഞാൻ. ഐ ആം ദ ഗേൾ വിത്ത് വോണ്ടഡ് ഐ ആൻഡ് ദ മെൽറ്റഡ് ഇയർ. മുറിവേറ്റ കണ്ണുകളോടുകൂടിയ, ഉരുകിയ കാതുകളോടുകൂടിയ പെൺകുട്ടിയാണ് ഞാൻ. ഇവിടെ മുറിവേറ്റ കണ്ണുകൾ, അതുപോലെ ഉരുകിയ കാതുകൾ എന്ന് പറയുന്നത് അവർ ചെറുപ്പത്തിൽ കാണേണ്ടി വന്ന കാഴ്ചകളെയും അതുപോലെ അവർക്ക് കേൾക്കേണ്ടി വന്ന കാര്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് കാണുകയും കേൾക്കേണ്ടിയും വന്നത്. അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത് അവരുടെ വ്യക്തിപരമായിട്ട് മാത്രമുള്ള ഒരു കാര്യമായിരിക്കണം എന്നില്ല. പൊതുവിൽ ആഫ്രിക്കൻ അമേരിക്കൻ കുട്ടികളുടെ ഒരു ചെറുപ്പകാലത്തെ അനുഭവങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഐ ആം ദ ഗേൾ ഹോൾഡിംഗ് ദെയർ ബേബീസ്. അവരുടെ കുഞ്ഞുങ്ങളെ എടുത്തിരിക്കുന്ന പെൺകുട്ടി ഞാനാണ്. കുക്കിംഗ് ദെയർ മീൽസ്. അവരുടെ ഭക്ഷണം പാകം ചെയ്യുന്നത്. സ്വീപ്പിംഗ് ദെയർ യാർഡ്സ്. അവരുടെ മുറ്റങ്ങൾ അടിച്ചു വാരുന്നത്. വാഷിംഗ് ദെയർ ക്ലോത്ത്സ്. അവരുടെ വസ്ത്രങ്ങൾ അലക്കുന്നത്. ഡാർക്ക് ആൻഡ് റോട്ടിംഗ് ആൻഡ് വൂണ്ടഡ്. ഇവിടെ ആഫ്രിക്കൻ അമേരിക്കൻ പെൺകുട്ടി എന്നുള്ള രീതിയിൽ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളാണ് പറയുന്നത്. അതായത് ഈ കുക്കിംഗ്, വാഷിംഗ് തുടങ്ങിയിട്ടുള്ള വീട്ടിലെ എല്ലാ ജോലികളും അവരാണ് ചെയ്യുന്നത്. അതായത് ഡൊമസ്റ്റിക് ലേബർ മുഴുവൻ ഈ പെൺകുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവത്തിലൂടെയാണ് അവർ കടന്നു വന്നിട്ടുള്ളത്. അതിലെല്ലാം മുറിവേറ്റിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഐ വുഡ് ഗീവ് ടു ദ ഹ്യൂമൻ റേസ് ഓൺലി ഹോപ്പ്. ഇങ്ങനെ മുറിവേറ്റ ഒരാളാണെങ്കിലും മനുഷ്യരാശിക്ക് അവർ പ്രതീക്ഷകൾ മാത്രമാണ് നൽകുന്നത് എന്നാണ് പറയുന്നത്. ഐ ആം ദ വുമൺ വിത്ത് ദ ബ്ലിസ്ഡ് ഡാർക്ക് സ്കിൻ. അപ്പോൾ പോയത്തിൻ്റെ തുടക്കത്തിൽ അവർ ഡാർക്ക് സ്കിൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ബ്ലിസ്ഡ് ഡാർക്ക് സ്കിൻ എന്നാണ് പറയുന്നത്. അതായത് ഡാർക്ക് സ്കിൻ മോശമാണ് എന്നുള്ള സമൂഹത്തിൻ്റെ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ അഭിമാനിക്കുന്ന തരത്തിലേക്ക് അവർ വളർന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഐ ആം ദ വുമൺ വിത്ത് ടീത്ത് റിപ്പയർഡ്. ഐ ആം ദ വുമൺ വിത്ത് ദ ഹീലിംഗ് ഐ, ദ ഇയർ ദാറ്റ് ഹിയേഴ്സ്. അവരുടെ ഈ പുഴുത്ത പല്ലുകളെക്കുറിച്ചും മുറിവേറ്റ കണ്ണുകളെക്കുറിച്ചും ഉരുകിയ കാതുകളെക്കുറിച്ചും പോയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഇതെല്ലാം റിപ്പയർ ചെയ്യപ്പെടുകയാണെന്നാണ് അവർ പറയുന്നത്. അതായത് ഈ അനുഭവങ്ങളിലൂടെയെല്ലാം കടന്നു വന്നുവെങ്കിലും ആ അനുഭവങ്ങളുടെ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാവുന്നു. അതിനെല്ലാം മറികടക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് അവരിവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഐ ആം ദ വുമൺ ഡാർക്ക് റിപ്പയർഡ് ഹീൽഡ് ലിസണിങ് ടു യു. അപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ ഈ സ്ട്രഗിൾസിനെ എല്ലാം ഇവർ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം അവർ റിപ്പയർ ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഐ വുഡ് ഗീവ് ടു ദ ഹ്യൂമൻ റേസ് ഓൺലി ഹോപ്പ്. അവർക്കിപ്പോൾ മനുഷ്യരാശിക്ക് പ്രതീക്ഷകൾ മാത്രമാണ് പങ്കുവയ്ക്കാനുള്ളത് എന്ന് അവർ പറയുന്നു. ഐ ആം ദ വുമൺ ഓഫറിംഗ് 2 flowers ഹൂസ് റൂട്ട്സ് ആർ ട്വിൻ. 2 വേരുകളുള്ള 2 പുഷ്പങ്ങളാണ് അവർ നമുക്ക് ഓഫർ ചെയ്യുന്നതെന്ന് പറയുന്നു. ജസ്റ്റിസ് ആൻഡ് ഹോപ്പ്, ഹോപ്പ് ആൻഡ് ജസ്റ്റിസ്. അവർ നമുക്ക് ഓഫർ ചെയ്യുന്ന പുഷ്പങ്ങൾ നീതിയുടെയും പ്രതീക്ഷയുടേതുമാണ്, പ്രതീക്ഷയുടേതും നീതിയുടേതുമാണ്. ലെറ്റസ് ബിഗിൻ. നമുക്ക് ആരംഭിക്കാമെന്നാണ് പറയുന്നത്. അതായത് ഒരു ആഹ്വാനത്തോടു കൂടിയിട്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. അതായത് വിവേചനങ്ങളില്ലാത്ത, സ്ത്രീ എന്നോ കറുത്തവരെന്നോ വിവേചനങ്ങളില്ലാത്ത മനുഷ്യരെ തുല്യരായി കാണുന്ന ഒരു നല്ല ലോകത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നിക്കാം എന്നുള്ളൊരു ആഹ്വാനത്തോടു കൂടിയിട്ടാണ് ഈ കവിത അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിൽ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഫൗണ്ട് ഇൻ ദ ടൈറ്റിൽ റിമെമ്പർ മീ? ഇനി ടൈറ്റിലെ ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ടൈറ്റിൽ റിമെമ്പർ മീ ഈസ് ആൻ ഇമ്പരേറ്റീവ്.
എക്സ്പ്രസിങ് എ ഡയറക്റ്റ് പ്ലീ ഓർ കമാൻഡ്. ഇതിൽ ഫിഗർ ഓഫ് സ്പീച്ച് വരുന്നത് ഇമ്പരേറ്റീവ് ആണ്, അതായത് ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു ആഹ്വാനമാണ് എന്നെ ഓർക്കൂ എന്നുള്ള ഒരു വാക്കിലൂടെ അവർ പറയുന്നത്. എക്സ്പ്ലെയിൻ ഐ ആം ദ ഗേൾ വിത്ത് ദ വൂണ്ടഡ് ഐ ആൻഡ് ദ മെൽറ്റഡ് ഇയർ. ഇനി അവർ മുറിവേറ്റിട്ടുള്ള കണ്ണുകൾ അതുപോലെ തന്നെ ഉരുകിയ കാതുകൾ എന്നുള്ള ഒരു വരിയുടെ എക്സ്പ്ലനേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ദീസ് ലൈൻസ് സിംബലൈസ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സ്കാർസ്. അവരുടെ ശാരീരികവും അതുപോലെ തന്നെ വൈകാരികവുമായിട്ടുള്ള മുറിവുകളെയാണ് അത് സൂചിപ്പിക്കുന്നത്. പോർട്രേയിങ് ദ ചലഞ്ചസ് ആൻഡ് ട്രോമാസ് ഫേസ്ഡ് ബൈ ദ ഗേൾ. അവർ നേരിടേണ്ടി വന്നിട്ടുള്ള ആഘാതങ്ങൾ അനുഭവങ്ങളൊക്കെയാണ് അത് അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞവർ കാണേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളുമാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ദ ഗേൾ ഈസ് ഓൾസോ എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ബ്ലാക്ക് വുമൻ വിത്ത് ഷെയർഡ് എക്സ്പീരിയൻസ്. ഇനി ഐ ആം ദ ഗേൾ എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഈ പൊതുവിൽ ആഫ്രിക്കൻ അമേരിക്കൻ പെൺകുട്ടികളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അവർ സംസാരിക്കുന്നത്. വാട്ട് ഈസ് മെൻ ബൈ ദ ഫ്രേസ് ദ ബ്ലെസ്ഡ് ഡാർക്ക് സ്കിൻ ഇൻ ദ പോയം. ഇനി ഈ കവിതയിൽ ദ ബ്ലെസ്ഡ് ഡാർക്ക് സ്കിൻ എന്ന വരി കൊണ്ട് എന്താണ് അർത്ഥമാക്കിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ ദ പോയം ദ ബ്ലെസ്ഡ് ഡാർക്ക് സ്കിൻ സിഗ്നിഫൈസ് എ പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ. ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പരിവർത്തനം, ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് ആ വരി നൽകുന്നത്. റീക്ലെയിമിംഗ് പ്രൈഡ് ആൻഡ് ഐഡൻറ്റിറ്റി. അതായത് അവർ ഒരു നിരാശയായിട്ട് കണ്ടിരുന്ന ഡാർക്ക് സ്കിൻ എന്നുള്ളത് അവരിപ്പോൾ ഐഡൻറ്റിറ്റി ആയിട്ട് അഭിമാനമായിട്ട് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. ചലഞ്ചിങ് സൊസൈറ്റൽ നോംസ് ദാറ്റ് മേ ഡിവാല്യൂ ഡാർക്ക് സ്കിൻ. അതായത് സമൂഹത്തിലെ സാഹചര്യം ഉണ്ടായിരുന്നത് ഡാർക്ക് സ്കിൻ ഉള്ളവരെ വില കുറച്ച് കാണുന്ന സാഹചര്യമാണെങ്കിൽ അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് അത് അവരുടെ ഐഡൻറ്റിറ്റി ആയിട്ട് അവരെടുത്തു പറയുന്ന ഒരു കാര്യമാണ് ആ വരിയിൽ നമുക്ക് കാണുന്നത്. കമൻറ്റ് ഓൺ ദി എൻഡിങ് ഓഫ് റിമെമ്പർ മീ. ഇനി ഈ കവിതയുടെ അവസാനത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദി എൻഡിങ് ഓഫ് റിമെമ്പർ മീ കോൾസ് ഫോർ ആക്ഷൻ ടു ഫോം എ ബെറ്റർ ആൻഡ് ഈക്വൽ വേൾഡ്. കുറച്ചുകൂടി മെച്ചപ്പെട്ട സമത്വമുള്ള ഒരു ലോകത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നിക്കാം എന്നുള്ളൊരു ആഹ്വാനത്തോടു കൂടിയിട്ടാണ് കവിത അവസാനിക്കുന്നത്. ഓഫറിങ് ട്വിൻ ഫ്ലവേഴ്സ്. അതിനുവേണ്ടി അവർ നമുക്ക് ഓഫർ ചെയ്യുന്നത് ഒരു 2 പുഷ്പങ്ങളാണ്. ജസ്റ്റിസ് ആൻഡ് ഹോപ്പ്. പ്രതീക്ഷയും അതുപോലെ തന്നെ നീതിയുമാണത്. ആസ് എ മെറ്റഫർ ഫോർ പോസിറ്റീവ് ചേഞ്ച് ആൻഡ് എ ഫ്രഷ് സ്റ്റാർട്ട് ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യരാശിക്ക് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയായിട്ടാണ് അവർ ഈ കവിത അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ആർ ദ റെഫറൻസസ് ടു ദ കളക്റ്റീവ് എക്സ്പീരിയൻസസ് ഓഫ് ബ്ലാക്ക് വുമൻ ഇൻ ദ പോയം. നമ്മൾ പറഞ്ഞിരുന്നു ഇവരുടെ അനുഭവങ്ങളെക്കുറിച്ച് മാത്രമല്ല ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് ഇവർ പറയുന്നത് എന്നുള്ളത്. അതിനെക്കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ലൈക്ക് ഡാർക്ക് സ്കിൻ, റോട്ടഡ് ടീത്ത് ആൻഡ് വൂണ്ടഡ് ഐ സിംബലൈസ് ഷെയ്ഡ് സ്ട്രഗിൾസ് ആൻഡ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ബ്ലാക്ക് വുമൻ. ഇവർ പറയുന്നുണ്ട് ഡാർക്ക് സ്കിൻ, കൂടാതെ തന്നെ റോട്ടഡ് ടീത്ത്, പുഴുത്ത പല്ലുകൾ, അതുപോലെ തന്നെ മുറിവേറ്റ കണ്ണുകൾ, ഉരുകിയ കാതുകൾ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇതൊരു ഷെയർഡ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവർ കാണേണ്ടി വന്നതും കേൾക്കേണ്ടി വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മറ്റ് ആഫ്രിക്കൻ അമേരിക്കൻ പെൺകുട്ടികൾക്കും കാണേണ്ടിയും കേൾക്കേണ്ടിയും വന്നിട്ടുള്ളത്. ആ രീതിയിൽ അത് കളക്റ്റീവ് എക്സ്പീരിയൻസ് ആണെന്ന് നമുക്ക് പറയാം. The girls' roles in caregiving and household tasks reflect the societal expectations imposed on black women, emphasizing their often unrecognized contributions. കൂടാതെ ഈ കുട്ടികളെ നോക്കുന്നത്, അതുപോലെ തന്നെ പാചകം ചെയ്യുന്നത്, വസ്ത്രം അലക്കുന്നത്, അത്തരത്തിൽ വീട്ടുജോലികളെല്ലാം ചെയ്യുന്നതിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ആ രീതിയിൽ സ്ത്രീകൾ, അതുപോലെ തന്നെ ഈ ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള സമൂഹം കൽപ്പിച്ച് നൽകിയിട്ടുള്ള റോളുകളെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അതും ഒരു ഷെയർഡ് കളക്റ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തു കാണിക്കുന്നതാണ്. The transformation to a woman with blessed dark skin indicates a journey of self-acceptance and pride, echoing the collective resilience of black women. കൂടാതെ ഇവർ ബ്ലെസ്ഡ് ഡാർക്ക് സ്കിൻ എന്ന് പറയുന്നുണ്ട്. അതായത് ആ ഒരു ഐഡൻറ്റിറ്റിയിൽ അവർ അഭിമാനം കണ്ടെത്തുന്നു. അതും ഈ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രതീകമാണ്. ഇവർ ഒറ്റയ്ക്കല്ല അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആഫ്രിക്കൻ അമേരിക്കൻ വുമൻ അവർ ശക്തി പ്രാപിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് അവിടെ കാണുന്നത്. അതും ഒരു കളക്റ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. വാട്ട് ഡസ് ദി ഇമേജ് ഓഫ് ട്വിൻ ഫ്ലവേഴ്സ് ഇൻ ദ ക്ലോസിംഗ് ലൈൻ സിഗ്നിഫൈ? ഇനി പോയത്തിൻ്റെ അവസാനം പറയുന്ന ഇരട്ട പുഷ്പങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്?
The image of tin flowers, justice and hope, symbolizes the collective aspirations for positive change. ഈ ട്വിൻ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ആൻഡ് ഹോപ്പാണ്, നീതിയും പ്രതീക്ഷയുമാണ്. ഒരു പോസിറ്റീവ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹവും ആഹ്വാനവുമാണത് സൂചിപ്പിക്കുന്നത്. Justice represents the demand for fairness and equality, addressing systemic issues that affect black women. ജസ്റ്റിസ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ഒരു വുമൺ എന്ന രീതിയിൽ, ബ്ലാക്ക് വുമൺ എന്ന രീതിയിൽ വിവേചനങ്ങളില്ലാതെ ഇക്വാലിറ്റി, തുല്യതയും സമത്വവും വേണം എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. ഹോപ്പ് സിഗ്നിഫൈസ് ഒപ്റ്റിമിസം ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. ഹോപ്പ് എന്ന് പറയുന്നത് നല്ലൊരു നാളെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് സൂചിപ്പിക്കുന്നത്. എൻകാപ്സുലേറ്റിംഗ് ദ റിസൈലൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ബ്ലാക്ക് വുമൻ ടു ഓവർകം ചലഞ്ചസ്. ഇവർ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇവർ നിരന്തരമായിട്ടുള്ള പരിശ്രമമാണ്. ആ പരിശ്രമത്തിൽ അവരുടെ പ്രതീക്ഷയാണ് അത് സൂചിപ്പിക്കുന്നത്. The tin flowers serve as a powerful metaphor for transformation and a renewal beginning, emphasizing the desired progress and empowerment for the collective experience of black women. പൊതുവിൽ ഈ ടിൻ ഫ്ലവർ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ഒരു പരിവർത്തനത്തിന്, ഒരു മാറ്റത്തിന്, ലോകത്തിൻ്റെ പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രതീക്ഷയും അവരുടെ ആഗ്രഹവുമാണ് സൂചിപ്പിക്കുന്നത്. ആ രീതിയിൽ ഇതൊരു പവർഫുൾ മെറ്റഫറാണെന്ന് നമുക്ക് പറയാം. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഈസ് റിമെമ്പർ മീ എ ഫെമിനിസ്റ്റ് പോയം ജസ്റ്റിഫൈ. ഈ കവിത ഒരു ഫെമിനിസ്റ്റ് പോയമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതേ എന്നാണ് നമ്മുടെ ഉത്തരം. അതിനുള്ള കാരണങ്ങളാണ് പറയുന്നത്. എംപവർമെൻറ്റ് ഓഫ് വിമൻ. ദ പോയം ക്യാൻ ബി കൺസിഡേർഡ് ഫെമിനിസ്റ്റ് ആസ് ഇറ്റ് അഡ്രസ്സസ് ദ സ്ട്രഗിൾസ് ആൻഡ് ട്രയംസ് ഓഫ് എ വുമൺ, പോർട്രേയിങ് ഹെർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഹാർഡ്ഷിപ്പ് ടു എംപവർമെൻറ്റ്. നമുക്ക് ഈ കവിതയിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഒരു സ്ത്രീയുടെ എംപവർമെൻ്റ് ആണ്. ഈ പോയത്തിൻ്റെ തുടക്കത്തിൽ അവർ ഇങ്ങനെ വൂണ്ടഡ്, മുറിവേറ്റിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് അവരെ അവതരിപ്പിക്കുന്നത്. എന്നാൽ പോയത്തിൻ്റെ അവസാനമാകുമ്പോൾ അവർ റിപ്പയർ ചെയ്യപ്പെട്ടു, അവർക്ക് പ്രതീക്ഷയാണുള്ളത് എന്നുള്ള രീതിയിലാണ് കവിത അവസാനിക്കുന്നത്. ആ രീതിയിൽ ഒരു സ്ത്രീയുടെ എംപവർമെൻ്റ് ആണ് ഈ പോയത്തിൽ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതൊരു ഫെമിനിസ്റ്റ് പോയാണെന്ന് പറയാം. ചലഞ്ചിങ് സ്റ്റീരിയോ ടൈപ്സ്. Descriptions like the girl with the dark skin challenge societal beauty standards and celebrate the resilience and beauty of women beyond conventional norms. ഇനി ഇവർ തുടക്കത്തിൽ പറയുന്നത് ദ ഗേൾ വിത്ത് ഡാർക്ക് സ്കിൻ എന്നാണ്. പിന്നീട് അവർ പറയുന്നത് ബ്ലെസ്ഡ് ഡാർക്ക് സ്കിൻ എന്നാണ്. അവിടെയും നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ട്. അതായത് ഡാർക്ക് സ്കിന്നിനെ സമൂഹം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിനെ അവർ ചലഞ്ച് ചെയ്യുകയും അതിനെ ഓവർകം ചെയ്യുകയും ചെയ്യുന്നത് നമുക്കതിനകത്ത് കാണാൻ വേണ്ടി കഴിയും. ആ രീതിയിൽ കൂടി നമുക്കിതൊരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉള്ള കവിതയാണെന്ന് പറയാവുന്നതാണ്. അക്നോളജ്മെൻറ്റ് ഓഫ് സ്ട്രഗിൾസ്. The references to the girl's wounds and challenges, coupled with her eventual empowerment, align with the feminist themes of acknowledging and overcoming systemic obstacles. ഇനി അവരുടെ എംപവർമെൻറ്റിനെ കുറിച്ച് മാത്രമല്ല, സ്ട്രഗിൾസിനെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. അവരുടെ വൂണ്ടഡായി, അതുപോലെ തന്നെ മെൽറ്റിംഗ് ഇയർ തുടങ്ങിയിട്ടുള്ള അവരുടെ അനുഭവങ്ങളെ കുറിച്ചിട്ട്, അവർ കാണേണ്ടി വരികയും കേൾക്കേണ്ടി വരികയുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ സൂചിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ അവരുടെ ചലഞ്ചസിനെ കുറിച്ചിട്ടും അവരുടെ സ്ട്രഗിൾസിനെ കുറിച്ചും പറയുന്നുണ്ട്. അതും ഒരു ഫെമിനിസ്റ്റ് പോയം എന്നുള്ള രീതിയിൽ നമുക്കിത് വായിച്ചെടുക്കാവുന്നതാണ്. കളക്റ്റീവ് കോൾ ഫോർ ജസ്റ്റിസ് ആൻഡ് ഹോപ്പ്. The closing lines, offering justice and hope, extend beyond individual empowerment, suggesting a collective feminist call for societal change and equality. ഇനി കവിതയുടെ അവസാനം നമുക്ക് കാണുന്നത് ജസ്റ്റിസ് ആൻഡ് ഹോപ്പിന് വേണ്ടിയിട്ട് ലെറ്റസ് ബിഗിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, അവരുടെ എംപവർമെൻറ്റിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഈ ലോകം തന്നെ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ട്, വിവേചനങ്ങളില്ലാത്ത തുല്യതയുള്ളൊരു ലോകം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പോയം ഒരു ഫെമിനിസ്റ്റ് പോയമാണെന്ന് പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളിതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.